ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് വിധത്തിലുള്ള മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള പെരി പെരി മയോണൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മുടെ വൈറ്റ് മയോണൈസും ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈൻ്റെ കൂടെയോ അതുപോലെ സാൻഡ്വിച്ചിലേക്കൊക്കെ ഇതുപോലെ മിക്സഡ് ആയിട്ടുള്ള മയോണൈസൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഫ്രഞ്ച് ഫ്രൈയിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനൊക്കെ ഈ പെരി പെരി മയോണൈസ് സൂപ്പറാണ് കേട്ടോ. മാത്രമല്ല 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈ 2 വിധത്തിലുള്ള മയോണൈസും ഒരുമിച്ച് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് പെരി പെരി മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 ഇതുപോലെയുള്ള മുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് നേരം ആ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ വെച്ചിരുന്നാൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാലും മതി കേട്ടോ. സാധാരണ ഉണക്കമുളകാണെങ്കിൽ വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാലും കുതിർന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 2 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെക്കാം. അപ്പോൾ വെള്ള ഈ ഒരു ബൗളിലേക്കും മഞ്ഞ മറ്റൊരു ബൗളിലേക്കും മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വൈറ്റ് മയോണൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. അത് ഇതുപോലൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത്ര ഇതിലേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ച് നോക്കാം. എന്നിട്ട് തിക്കാവുന്നതിനനുസരിച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 1 മിനിറ്റ് അടിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ തിക്നെസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രത്തോളമാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇത്രത്തോളം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേറെ തിക്കാവണമെന്നുണ്ടെങ്കിൽ വീണ്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മളിനി സാൻഡ്വിച്ചിലേക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നല്ലത്. ഇനി ഇതേ ജാറിൽ തന്നെ നമുക്ക് പെരി പെരി മയോണൈസും തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് ആയതുകൊണ്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. കാശ്മീരി മുളക് കുറച്ചുകൂടി ഒരു ഹാർഡായിട്ടുള്ള മുളകായതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഉള്ളൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. സാധാരണ വറ്റൽമുളകൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ സോഫ്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും കുറച്ച് സമയം ഇട്ട് വെച്ചാൽ സോഫ്റ്റ് ആയിട്ട് വരും. ഇത് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള മുളകാണ്. അപ്പോൾ ആദ്യം നമുക്ക് മുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു മയോണൈസാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റും കൂടെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സോസാണിത്. ഇനി ജാർ അടച്ചു വെച്ചിട്ട് ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിക്കാവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് സൺഫ്ലവർ ഓയിൽ. ഇതിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ തിക്നെസ് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എത്രത്തോളമാണോ തിക്നെസ് വേണ്ടത് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഓയിൽ ചേർത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒന്നിച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അടിച്ചെടുക്കരുത്. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ പെരി പെരി മയോണൈസും ഇവിടെ അത്യാവശ്യം തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള തിക്നെസ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ നമ്മളിവിടെ 2 മുട്ട വെച്ചിട്ട് 2 വിധത്തിലുള്ള മയോണൈസും സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.